എല്ലാവർക്കും സ്വാഗതം. വിശ്വാസം വ്യക്തിപരമായൊരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ചു, വിശ്വാസം ഒരു ദാനമാണ്. എന്നാൽ അതിൽ നമ്മുടെ പങ്കെന്താണ്? സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. ദൈവം വെളിപ്പെടുത്തുന്നു, ആ വെളിപ്പെടുത്തലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്രമായ പ്രത്യുത്തരം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഈശോ പറഞ്ഞു, എല്ലാ വെളിപാടുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് വേണ്ടിയും. എന്നിരുന്നാലും അപ്പോൾ ആ വെളിപാടുകളെല്ലാം നമുക്ക് ഈശോ തരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും തരുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ഓരോ ദിവസവും എൻ്റെ സ്നേഹം പുതിയതാണെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഒരു പ്രവൃത്തിയല്ല വിശ്വാസം. ഇത് പറയുന്ന 2-3 കാര്യങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ആർക്കും തനിയെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ആർക്കും തനിയെ വിശ്വസിക്കാൻ കഴിയുകയില്ല. ആരും തനിക്ക് തന്നെ ജീവൻ നൽകുന്നില്ല. മനസ്സിലായോ? നമ്മളല്ല നമുക്ക് ജീവൻ നൽകുന്നത് എന്ന പോലെ തനിയെ വിശ്വസിക്കാനും കഴിയുകയില്ല. വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് അയാൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നു, സഭയിൽ നിന്ന് സ്വീകരിക്കുന്നു, മനുഷ്യരിലേക്ക് പകരുന്നു. അതാണ് 875 ഖണ്ഡികയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? ആ ഭാഗമാണ്. യേശുവിനോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം അതാണ്. ദൈവത്തോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താ? നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ്. അത് മറ്റുള്ളവരോട് പറയുന്നത് എന്തിനാ? അവരോടുള്ള സ്നേഹം കൊണ്ട്. ഇങ്ങനെ ഓരോ വിശ്വാസികളുടെ വലിയ ശൃംഖലയുടെ ഒരു കണ്ണിയാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിതനാകാതെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അതാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിതനാകാതെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതം ഞാൻ പരിപോഷിപ്പിക്കുന്നു. അപ്പോൾ ഈശോ വന്നു, ഈശോയുടെ നിന്നുള്ള വിശ്വാസം അപ്പസ്തോലന്മാരിലേക്ക് കൊടുത്തു. അപ്പസ്തോലന്മാർ പെന്തക്കോസ്താ ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ വിശ്വാസം പ്രഖ്യാപിച്ചു. അതാണ് അപ്പസ്തോലിക വിശ്വാസ പ്രമാണം. അങ്ങനെ അവരിൽ അന്ന് തന്നെ 3000 പേര് ആ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ അവർ മറ്റുള്ള സ്ഥലത്തേക്ക് പോയി ആ വിശ്വാസം പ്രഘോഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അത് പ്രസരിച്ച് മുന്നോട്ട് പോയി. 875 ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? ഒരുവനും ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ തന്നോട് തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ സാധ്യമല്ല. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. അതാണ് വളരെ പ്രധാന ഒരു രഹസ്യം. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. എന്താണത്? റോമർ 10:17
ഞാനെപ്പോഴും അത് പറയുമ്പോൾ അതിൻ്റെ ഹിന്ദി വാക്കാണ് കൂടുതൽ സ്പർശനം. സുनने से विश्वास उत्पन्न होता है. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവിയിലൂടെ വിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ള മാതിരിയാണ്. ക്യാ സുന്ന ചാഹിയെ, എന്താണ് കേൾക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം. കേൾവി ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മൾ ഇനിയും വളരേണ്ടത്. നമ്മൾ എന്തെല്ലാം പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. വിശ്വാസം വളരണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളാണ് പ്രസംഗിക്കേണ്ടത്. സുവിശേഷം പ്രസംഗിക്കാനുള്ള കൽപ്പനയും ദൗത്യവും തനിക്ക് തന്നെ നൽകാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിനാൽ. അപ്പോൾ ഈ വിശ്വാസം പ്രചരിക്കണമെങ്കിൽ നമ്മൾ കേൾവിക്കാർക്ക് ആസ്വാദ്യകരമായ കുറേ കഥകളും കുറേ തമാശകളും കുറേ ലോകകാര്യങ്ങളും എല്ലാം പറഞ്ഞതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കില്ല. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു, 156 പഠിച്ചു. സഭയുടെ ആധികാരിക പ്രബോധനങ്ങളാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ആധികാരിക പ്രബോധനങ്ങൾ ഉണ്ടോ? 156 ദൈവത്തിൻ്റെ ആധികാരികയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലായിരിക്കാം. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ആ അവസ്ഥയിലാണ് വിശ്വാസം വർദ്ധിക്കുന്നത്, വിശ്വാസം ഒരാളിൽ വർദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരണത് യേശുവിലേക്ക് നോക്കൂ. അയ്യോ, നമ്മൾ 2 ദിവസം മുമ്പ് കേട്ട വചനം എന്താ? യേശുവിലേക്ക് നോക്കൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഓക്കെ. അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. സുവിശേഷം പ്രസംഗിക്കാനുള്ള കൽപ്പനയും ദൗത്യവും തനിക്ക് തന്നെ നൽകാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിനാൽ അയക്കപ്പെടുന്നവൻ സ്വന്തം അധികാരം കൊണ്ടല്ല സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്, പിന്നെയോ ക്രിസ്തുവിൻ്റെ അധികാരം കൊണ്ടാണ്. സമൂഹത്തിൻ്റെ ഒരംഗമെന്ന നിലയിലല്ല, ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരുവന് തൻ്റെ മേൽ തന്നെ കൃപാവരം ചൊരിയാനാവുകയില്ല. അത് നൽകപ്പെടുകയും സമ്മാനിക്കപ്പെടുകയും വേണം. ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെട്ടവരും അധികാരം നൽകപ്പെട്ടവരുമായി കൃപയുടെ ശുശ്രൂഷകർ ഉണ്ടായിരിക്കണമെന്ന് ഈ വസ്തുത വ്യക്തമാക്കും. അവിടെ നിന്ന് മെത്രാന്മാരും വൈദികരും ശിരസായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കാനുള്ള ദൗത്യവും അധികാരവും, വിശുദ്ധമായ അധികാരം സ്വീകരിക്കുന്നു. ഡീക്കന്മാരാകട്ടെ ആരാധനാക്രമത്തിൻ്റെയും വചനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷ വഴി ദൈവജനത്തെ സേവിക്കുന്നതിനുള്ള അധികാരം മെത്രാനോടും അദ്ദേഹത്തിൻ്റെ വൈദിക ഗണത്തോടുമുള്ള കൂട്ടായ്മയിൽ നിന്ന് സ്വീകരിക്കുന്നു. ഡീക്കന്മാർ തങ്ങളുടെ തന്നെ കഴിവ് കൊണ്ട്, ഇത് പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ പെർമനൻറ്റ് ഡീക്കൻസ് ആയിട്ട് വിവാഹിതരായിട്ടുള്ളവർ ഡീക്കൻ പട്ടം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് കൂടിയാണിത് പറയുന്നത്. തങ്ങളുടെ തന്നെ കഴിവുകൊണ്ട് അനുഷ്ഠിക്കാനും നൽകാനും കഴിയാത്തത് ദൈവത്തിൻ്റെ കൃപാവരം കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതർ തങ്ങളുടെ ശുശ്രൂഷയിൽ അനുഷ്ഠിക്കുകയും നൽകുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സഭയുടെ കൂദാശ എന്ന് വിളിക്കുന്നു.
സഭയുടെ ശുശ്രൂഷ തനതായ കൂദാശ വഴി നൽകപ്പെടുന്നു. ഇതാണ് അതേസമയത്ത് ഇതിൻ്റെ 900 ഖണ്ഡികയിൽ അൽമായരെക്കുറിച്ച് പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. 900 എല്ലാ ക്രിസ്തീയ വിശ്വാസികളെ പോലെ അൽമായരെയും അവരുടെ മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായി ചേർന്നോ പ്രവർത്തിക്കാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. അവരിലൂടെ മാത്രമേ സുവിശേഷം ശ്രവിക്കാനും ക്രിസ്തുവിനെ അറിയാനും മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഈ കടമ കൂടുതൽ നിർബന്ധ സ്വഭാവമുള്ളതായിത്തീരുന്നു. സഭാ സമൂഹങ്ങളിൽ അവരുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. എന്തെന്നാൽ അതില്ലാതെ പലപ്പോഴും അജപാലകരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം ഓരോ വിശ്വാസിയും വ്യക്തിപരമായി, മുഖ്യമായും മാമോദീസ വേളയിൽ ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു. അന്ന് മുതൽ പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഏറ്റുപറയുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം സൂനഹദോസിൽ ഒരുമിച്ച് കൂടുന്ന മെത്രാന്മാരും വിശ്വാസികളുടെ പൊതുവായ ആരാധനാ സമ്മേളനവും ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും പ്രഖ്യാപിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ദൈവത്തിന് വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്ന നമ്മുടെ മാതാവായ സഭയെയും ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൽ ദർശിക്കാനാകും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഒരേറ്റുപറച്ചിൽ ആവശ്യമാണ് വിശ്വാസം. അതിലാണ് അതിൻ്റെ സങ്കീർണമായ കാര്യങ്ങൾ. ഈശോയാണ് വിശ്വാസം നമ്മിലേക്ക് കൊണ്ടുവന്നത്. അബ്രാഹത്തിന് നൽകിയ ആ വിശ്വാസം യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾക്ക് സംജാതമായി ലഭിച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയിൽ നമ്മൾ പാലകന് അധീനരല്ല. ആർക്ക് അധീനരാണ്? ക്രിസ്തുവിന്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാവരും ദൈവമക്കളാണ്. ഇനി മാമോദീസായെക്കുറിച്ചാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ ചുവന്ന തിരി ക്രിസ്തുവാണ്, വെളുത്ത തിരി നമ്മുടെ മാമോദീസ തിരിയാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമ്മളിൽ ഒന്നായിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആ വെള്ളത്തുവാല കൊണ്ട് നമ്മളെ പൊതിഞ്ഞു. യഹൂദനോ ഗ്രീക്കുകാരനോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിലൂടെ സംഭവിക്കുന്നത്? ജ്ഞാനസ്നാന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറി.
അതാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം ഓരോ വിശ്വാസിയും വ്യക്തിപരമായി മുഖ്യമായി മാമോദീസ വേളയിൽ ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം സൂനഹദോസിൽ ഒരുമിച്ച് കൂടുന്ന മെത്രാന്മാരും വിശ്വാസികളുടെ പൊതുവായ ആരാധനാ സമ്മേളനവും ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും പ്രഖ്യാപിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ദൈവത്തിന് വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്ന നമ്മുടെ മാതാവായ സഭയെയും ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൽ ദർശിക്കാനാകും. ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും പ്രഖ്യാപിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ദൈവത്തിന് വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിനെ മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കാം, ഈശോ വചനം വായിക്കുന്നു, ഈശോ സുവിശേഷം വായിക്കുന്നു, ആ സുവിശേഷം വചനവേദിയിൽ നിന്നുകൊണ്ട് ഈശോയുടെ സ്ഥാനത്ത് നിന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നു, ഉദാഹരണത്തിന് പ്രഖ്യാപിക്കുകയാണ്, ഞാനാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ഇത് ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഇങ്ങനെയുള്ള വചനമെല്ലാം പ്രഖ്യാപിച്ച് അതിനെ ആത്മീയമായി എല്ലാം മുറിച്ച് നൽകി കഴിഞ്ഞിട്ട് അടുത്തത് എന്താ? അടുത്തത് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസ പ്രമാണമാണ്. കണ്ടോ? അപ്പോൾ അവിടെ എന്താ ആ വിശ്വാസ പ്രമാണം? അതിൻ്റെ ടൈമിങ്, അതിൻ്റെ സമയവുമായിട്ട് ആ കൂദാശയിൽ ആ സമയത്തിൻ്റെ പ്രസക്തി. ഈശോ സുവിശേഷ പ്രഖ്യാപനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തിയ ആ രഹസ്യങ്ങളെല്ലാം പ്രത്യുത്തരം നൽകിക്കൊണ്ടാണ് അവിടെ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നതും കൂടി മനസ്സിലാക്കണം. ഈശോ ആ വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ പ്രഖ്യാപിച്ച ദൈവിക വെളിപ്പെടുത്തലുകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കുന്നു. ഇനി ഈ 167 ഖണ്ഡികയുടെ സൈഡിലുള്ള 1124 2040 ഖണ്ഡികകളിലേക്ക് നമ്മൾ പോവുകയാണ്. 1124 വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡികയാണ്. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി, പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ നിയമം. അതാണ് ഈ ഖണ്ഡികയുടെ പ്രധാന പ്രമേയം. 1124 വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന് മുൻപേ ഉള്ളതാണ് സഭയുടെ വിശ്വാസം. വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണിത്. വളർച്ചയിലുള്ളവരെ പ്രത്യേകിച്ചും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന് മുൻപേ ഉള്ളതാണ് സഭയുടെ വിശ്വാസം. കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തെ സഭ ഏറ്റുപറയുന്നു. അങ്ങനെയാണ് പുരാതനമായ ഈ ചൊല്ലുണ്ടായത്, പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ നിയമം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി. ഒറാൻഡി എന്ന് പറഞ്ഞാൽ ഓറ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ക്രെഡോ എന്ന് പറഞ്ഞാൽ വിശ്വാസം. പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ നിയമം. അഥവാ അക്യുത്തേനിലെ പ്രോസ്പറിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമത്തെ സ്ഥാപിക്കുന്നു. പ്രാർത്ഥനയുടെ നിയമം
വിശ്വാസത്തിൻ്റെ നിയമമാണ്. സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധവും സജീവവുമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. അപ്പോൾ നമ്മൾ ആരാധനാക്രമത്തിലുള്ള അന്തർലീനമായിരിക്കുന്ന ഒരു രഹസ്യം ഇതാണ്. ആരാധനാക്രമത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രഹസ്യം ഇതാണ്. ലെക്സ് ഒറാൻഡി ലെക്സ് കലന്തി. അതായത് ഈ ആരാധനാക്രമം മുഴുവനും പ്രാർത്ഥനയാണ്. നമ്മൾ സീറോ മലബാർ കുർബാനയിൽ സർവാധിപനാം കർത്താവേ എന്ന് പാടി പ്രാർത്ഥിച്ചതിന് ശേഷം വൈദികൻ ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. കണ്ടോ, ഈ ഒരു പ്രാർത്ഥനയിൽ എന്തോ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രഡൻഡി. അതുപോലെ അനാഫറ പ്രാർത്ഥനകൾ. ആ അനാഫറ പ്രാർത്ഥനയ്ക്ക് ശേഷം അനാഫറയിലുള്ള പ്രഭാഷണ പ്രാർത്ഥന. നിന്റെ ദാസരുടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രഡൻഡി. ഈ പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യമാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ. ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ഇത്രയെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തിൽ നിന്നാണ്. എന്താണ് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ച് ഇവിടെ ആരാധനാക്രമത്തിൽ പറയുന്നത്? അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനം. കണ്ടോ, അതാണ് ദൈവത്തിൻ്റെ സത്തയാണ് ആ വചനം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ആ വചനം. കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ. വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി, നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കണ്ടോ, ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളൊന്ന് ചിന്തിക്കുക. ലെക്സ് ഒറാൻഡി
ലെക്സ് ക്രെഡൻറ്റി. ഇതുപോലെ തന്നെ ഇപ്പോൾ മലങ്കര പ്രാർത്ഥനയിൽ തുറന്നപ്പോൾ തന്നെ അത് കിട്ടി. നാഥാ നിൻ ജനനം സ്നാനം പീഡ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമെന്നിവയെയും ആദിപിതാക്കളെയും ഞങ്ങൾ ഓർത്തിടുന്നീയാഗത്തിൽ. കണ്ടോ, ഇതിനകത്ത് രക്ഷാകര പദ്ധതി മുഴുവനും ഒറ്റ ലൈനിൽ വന്നില്ലേ? നാഥാ നിൻ ജനനം സ്നാനം പീഡ ക്രൂശേറ്റം മൃതി ഉത്ഥാനം സ്വർഗാരോഹണമെന്നിവയും ആദിപിതാക്കളെയും. കണ്ടോ, ആദവും ഹവ്വയും മുതൽ ഈ യാഗത്തിൽ ഞങ്ങൾ ഓർത്തിരുന്നു. ഒരു സെൻറ്റൻസേ പറഞ്ഞുള്ളൂ. ഈ വിശുദ്ധ കുർബാന മുഴുവനും അതിലില്ലേ? ഈ ആരാധനാക്രമം മുഴുവനും അതിലില്ലേ? ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻറ്റി. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമം. അതുകൊണ്ട് നമ്മളുടെ കൂദാശകളിലുള്ള പ്രാർത്ഥനകളെല്ലാം വിശ്വാസ പ്രമാണം മാത്രമല്ല, ഓരോ പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. നമ്മുടെ ലത്തീൻ ആരാധനാക്രമത്തിലൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്താൽ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് ഐക്യപ്പെടുത്തുകയും അനുരഞ്ജിപ്പിക്കുകയും അങ്ങയുടെ ഞാനത് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങയുടെ പീഡാനുഭവത്താൽ ഞങ്ങളുടെ പാപത്തെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്താൽ ഞങ്ങളെക്കായി സ്വർഗം തുറക്കപ്പെടുകയും ചെയ്തു. അതിനാൽ എല്ലാ മലാഖമാരോടും സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പാടുന്നു. ഓശാന. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒറ്റ സെൻറ്റൻസ്, ഒറ്റ പ്രാർത്ഥനയാണ്. ഓ ലോർഡ്, ത്രൂ യുവർ ഇൻകാർണേഷൻ യു ഹാവ് റീകൺസൈൽഡ് us with the Father. Through your passion you cancelled our sin. അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്തു. You cancelled our sin. അങ്ങയുടെ ഉയർപ്പിലൂടെ, through your resurrection you gave us new life. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കായി സ്വർഗം തുറന്നു, ഞങ്ങളെ സ്വർഗത്തിലേക്ക് എടുത്തു. Therefore, through all angels and seraphims and choirs of the holy ones we praise hallelujah. Hosanna. അപ്പം ഇങ്ങനെ നമ്മളുടെ ആരാധനാക്രമത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കുർബാന ആരാധനാക്രമത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും വിശ്വാസത്തിൻ്റെ നിയമമാണെന്ന് മനസ്സിലാക്കണം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻറ്റി. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമാണ്. നമ്മൾ ഇത് എങ്ങനെയെങ്കിലും വേഗം ഒരുപാട് പ്രാർത്ഥിക്കൊന്നും വേണ്ട, എല്ലാം 3 പ്രാവശ്യമൊന്നും പ്രാർത്ഥിക്കേണ്ട, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും. അതുകൊണ്ട് ഒന്ന് വേഗം കുർബാന വേഗം നടത്തി തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ തന്നെയാണ്. നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കെല്ലാം ഷോർട്ട് കട്ടിലൂടെ കിട്ടണം. ഇപ്പോൾ മലങ്കര കുർബാനയ്ക്ക് ഒരുപക്ഷെ 1 മണിക്കൂർ എടുക്കും. സീറോ മലബാർ കുർബാനയ്ക്ക് ഏതാണ്ട് 50 മിനിറ്റ് എടുക്കും. ലത്തീൻ കുർബാനയ്ക്ക് ഒരുപക്ഷെ അരമണിക്കൂർ എടുക്കുള്ളൂ. ഇത് 3-ലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകും ആദ്യം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൺസ്യൂമറിസം. കൺസ്യൂമറിസ്റ്റിക്കാണ് നമ്മൾ കുർബാന അർപ്പണത്തിൽ തന്നെ.
പക്ഷേ മലങ്കരക്കാർ വേറെ എങ്ങും പോകില്ല, അവർ മലങ്കര കുർബാനയ്ക്ക് തന്നെ പോവുള്ളൂ. സീറോ മലബാറുകാർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കും, സമയം നോക്കും, 1 മണിക്കൂർ, എന്നാൽ അരമണിക്കൂറിൻ്റെ കുർബാനയ്ക്ക് പോകാം. അപ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അതിൻ്റെ വളരെ പ്രധാന ഒരു കാര്യമാണ് ആരാധനാക്രമം. അതാണ് ആരാധനാക്രമത്തിൽ വിശ്വാസത്തിൻ്റെ പൈതൃകമാണത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ, സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ആരാധനാക്രമം. സഭയുടെ വിശ്വാസത്തിൻ്റെ സമ്പത്താണ് ആരാധനാക്രമം. അതിൽ മായം ചേർക്കാതെ നമ്മൾക്ക് ബലിയർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വിജയിക്കും. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഞാൻ വളരെ വേദനയോടെയാണ് പറയുന്നത്. ഇവിടെ യൂറോപ്പിൽ 16-ാം നൂറ്റാണ്ട് വരെ വളരെ ശക്തമായ ആരാധനാക്രമമായിരുന്നു. പ്രൊട്ടസ്റ്റൻറ്റിസം വന്നതോടെ ആരാധനാക്രമങ്ങളെല്ലാം തളർന്നു. പ്രൊട്ടസ്റ്റൻറ്റുകാരിലൂടെയും അവരുടെ ആക്രമണത്തിലൂടെയും വിശുദ്ധ കുർബാനയിലും കൂദാശകളും എല്ലാം ഇല്ലാതാവുന്നൊരവസരമുണ്ടായി. അതോടെ ക്രിസ്ത്യാനിറ്റിയുടെ തളർച്ചയായി. ഇപ്പോഴും ചില മേഖലകളിൽ, ചില രൂപതകളിൽ വിശുദ്ധ കുർബാന വേണ്ട മാതിരി അർത്ഥത്തോടും വ്യാപ്തിയോടും അർപ്പിക്കുന്നില്ല. ലോകമെമ്പാടുത്തെ കാര്യമാണ്. നിങ്ങൾ ഇനി അത് പേഴ്സണലൈസ് ചെയ്ത് നോക്കിക്കോ. എവിടെയെല്ലാം വിശുദ്ധ കുർബാന അതിൻ്റെ യഥാർത്ഥ അർത്ഥവ്യാപ്തിയിൽ സഭയുടെ ആ പ്രബോധനപരമായിട്ടുള്ള ആ സഭ നമുക്ക് തന്നിരിക്കുന്ന ആ കുർബാനക്രമത്തിലെ തക്സ അനുസരിച്ച് അർപ്പിക്കുന്നില്ലയോ, അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ തളർച്ച നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് ആ സഭയോട് വളരെയധികം ഐക്യപ്പെട്ടുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഘോഷമായ കുർബാനയും ആ കുർബാനക്രമങ്ങൾ അതുപോലെ തന്നെ അർപ്പിക്കുന്ന രൂപതകളും പള്ളികളും അച്ഛന്മാരും ഉണ്ട്, ധാരാളമുണ്ട്. അവിടെയെല്ലാം വലിയ ആനന്ദവും സന്തോഷവും വിശ്വാസത്തിൻ്റെ കരുത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വ്യക്തിപരമായ ഒരു കാര്യവും കൂടിയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ നമ്മൾ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ കുട്ടികളെ ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കുർബാന പുസ്തകവുമായിട്ട് പള്ളിയിൽ പോകണം. ആ കുർബാന പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു നിയമമാണെന്ന് നമ്മളിപ്പോൾ പറയണം. ഇത് പ്രാചീന കാലം മുതലുള്ളൊരു നിയമമാണ്. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി. പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ നിയമം. പ്രാർത്ഥനകൾ ഇല്ലാതാകുമ്പോൾ വിശ്വാസം ഇല്ലാതാകും. എന്തെങ്കിലും കരിസ്മാറ്റിക്കിലെ പ്രാർത്ഥനകൾ പോലെ അല്ല. ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ പോലെ സ്വയം പ്രേരിതമായിട്ട് പ്രാർത്ഥിക്കാനുള്ളതല്ല. അത് സഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന്, സഭയുടെ ആത്മീയ ഭണ്ഡാകാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോ വാക്കിൻ്റെ പിന്നിൽ അത്രയ്ക്ക് വലിയ ആശയങ്ങൾ തുളുമ്പി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സഭയുടെ പ്രാർത്ഥനകൾ അതിൻ്റെ അന്തരാർത്ഥം ഗ്രഹിച്ചുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളിലേക്ക് അത് പ്രസരിക്കും. നമ്മൾ ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡിയായി മാറും. ആ വിശ്വാസത്തിൻ്റെ ശക്തമായ പ്രതിഫലനം നമ്മളുടെ സമൂഹത്തിലുണ്ടാകും. നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ അഥവാ അക്വിത്തനിലെ പ്രസ്പറിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയുടെ നിയമം എന്ന് പറയുന്നത് ഈ കാനോനിക്കൽ പ്രേയേഴ്സ്, കുർബാനയിലുള്ള കാനൺസ്, ആ പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമാണ്. സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. വിശുദ്ധവും സജീവവുമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും, ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും നമ്മുടെ ഉള്ള വിശ്വാസത്തെ, നമ്മൾക്കിപ്പോൾ ഉള്ള വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ വേണ്ട ഒരു കാര്യം ഇതാണ്.
ആ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനകളെ, പ്രാർത്ഥന പുസ്തകം, കുർബാനയുടെ തക്സ, ആ പുസ്തകം നോക്കി നിങ്ങൾ കൃത്യമായി ഒന്ന് പ്രാർത്ഥിക്കൂ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം ഈ പറയുന്ന പ്രിൻസിപ്പിളിലൂടെ നമുക്ക് വിശ്വാസം ശക്തമാകാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്ദി പറയാം. കർത്താവേ, നന്ദി പറയുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തരുന്ന ആ വെളിപാടുകൾക്ക് സൗജന്യമായി ദൈവം സ്വയം വെളിപ്പെടുത്തി തരുന്ന ആ വെളിപാടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളതിൻ്റെ ആദ്യ ഭാഗം കേട്ട് വിശ്വാസ പ്രഘോഷണം. സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കപ്പെടും? എന്താണ് പ്രഘോഷിക്കേണ്ടത്? ക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രഘോഷിക്കേണ്ടത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത്, ആരാധനാക്രമത്തിലെ എല്ലാ പ്രാർത്ഥനകളും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്നതാണ്.